പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തല എന്നിവരെ വെല്ലുവിളിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ തിങ്കളാഴ്ച നിയമസഭയിലെത്തി. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, UDF കൺവീനർ അടൂർ പ്രകാശ്, ഷാഫി പറമ്പിൽ MP എന്നിവരുടെ പിന്തുണയാണ് രാഹുലിന് ധൈര്യമായത്. ഇതോടെ കോൺഗ്രസിൽ പുതിയ പോർമുഖം തുറന്നിരിക്കുകയാണ്. ഗർഭഛിദ്രമടക്കം പീഡന പരാതികളുടെ പ്രളയം തന്നെ ഉണ്ടായിരിക്കെ രാഹുൽ നിയമസഭയിലെത്തുന്നത് കോൺഗ്രസിനും UDFനും ദോഷം ചെയ്യുന്ന നിലപാടിലായിരുന്നു സതീശനും ചെന്നിത്തലയും. ഞായറാഴ്ച പോലും രാഹുൽ വരില്ലെന്ന നിലപാടിലായിരുന്നു അവർ. രാഹുലിന്റെ സാന്നിധ്യം ഭരണപക്ഷത്തിന് ആയുധമിട്ട് കൊടുക്കലാണെന്ന പക്ഷക്കാരാണ് അവർ. സർക്കാരിനെതിരായ ആക്ഷേപങ്ങളും ആരോപണങ്ങളും രാഹുലിന്റെ പീഡന പരമ്പര ഉയർത്തിക്കാട്ടി ഭരണപക്ഷം നേരിടുമെന്ന നിലപാടായിരുന്നു അവർക്ക്. എന്നാൽ KPCC പ്രസിഡന്റും UDF കൺവീനറും ഉൾപ്പെടെ പിന്തുണച്ചത് രാഷ്ട്രീയ നാടകത്തിന്റെ ഭാഗമാണെന്ന വിമർശനവും ഉയർന്നിട്ടുണ്ട്. ഭരണപക്ഷം എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയാനുള്ള ടെസ്റ്റ് ഡോസായാണ് അവർ ഇതിനെ കാണുന്നത്. വയനാട് ആത്മഹത്യകളടക്കം സംഭവവികാസങ്ങൾ മുന്നിലുള്ളപ്പോൾ പ്രതിപക്ഷത്തിന് സർക്കാരിനെ നേരിടാൻ ആയുധങ്ങൾ പോരാതെ വരും. അതിനിടെ രാഹുൽ മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് പ്രതികരിച്ചില്ല. ശബ്ദ സന്ദേശം താങ്കളുടേത് തന്നെയോ എന്ന ചോദ്യത്തിന് ആവർത്തിച്ചെങ്കിലും മറുപടി ഉണ്ടായില്ല. SFI പ്രവർത്തകർ രാഹുലിനെ തടഞ്ഞു. പോലീസ് എത്തിയാണ് വഴിയൊരുക്കിയത്. പോസിറ്റീവ് ന്യൂസ്.